ഈ കർണാടകയിലെ ഹൈക്കമാൻഡിൻ്റെ വാക്കുകൾ വിശ്വസിച്ചുകൊണ്ട് ശിവകുമാർ തുടരുമോ? ശിവകുമാറിന് അത്തരത്തിലുള്ള വിട്ടുവീഴ്ച ചെയ്ത് നിൽക്കേണ്ടി വരുമോ? സിദ്ധരാമയ്യ തുടരുമെന്നാണ് പറയുന്നത്. അത് എത്ര കാലം എന്നുള്ളതും പറഞ്ഞിട്ടില്ല. അത് വലിയൊരു ചോദ്യമാണ്. കാരണം ഈ വിവാദം തുടങ്ങുന്നതിന് മുമ്പ് DK ശിവകുമാർ ഒരു എക്സ്പോസ്റ്റ് ഇട്ട് വേർഡ് ഈസ് വേൾഡ് പവർ എന്ന് പറയുന്നത്. അത് രാഹുൽ ഗാന്ധി ചൂടിപ്പിച്ചു. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് കൊടുക്കുന്ന വാക്ക് പാലിക്കുക എന്നുള്ളതാണ്. ഈ പോസ്റ്റ് വന്നതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഹൈക്കമാൻഡ് അനങ്ങിയത് ഈ വിഷയത്തിൽ ഇടപെടാനായിട്ട്. കാരണം ശിവകുമാർ ഇത് ലളിതമായിട്ടല്ല കാണുന്നത് എന്നവർക്ക് മനസ്സിലായി. അതിന് ശേഷമാണ് ഈ പറഞ്ഞതുപോലുള്ള ചർച്ചകൾ ഇവർ രണ്ടുപേരും അവിടെ വിളിക്കുകയും ഇവിടെ വിളിക്കുകയും ചെയ്ത് ചർച്ച നടക്കുന്നതിന് ശേഷമാണ്. പക്ഷേ ഈ രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസ് ഒരു AICC പ്രസിഡൻ്റുണ്ട്, മല്ലികാർജുൻ ഖാർഗെ. അദ്ദേഹം കർണാടകക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ മകൻ അവിടുത്തെ മന്ത്രിയാണ്, നിലവിലെ സർക്കാരിലെ മന്ത്രിയാണ്. അപ്പോൾ അച്ഛനും മോനും കർണാടകയിൽ കോൺഗ്രസ് നിയന്ത്രിക്കാൻ അവർക്ക് ശേഷിയില്ല. അപ്പോൾ രസകരമായിട്ട് കഴിഞ്ഞ ദിവസം ഖാർഗെ പറഞ്ഞത് അത് ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നതാണ്. അപ്പോൾ അദ്ദേഹം എന്താണ്, ലോ കമാൻഡാണോ? അപ്പോൾ ഖാർഗെക്ക് പ്രത്യേകിച്ച് റോളൊന്നും ഇല്ല, ഒരു റോളും ഇല്ല. അപ്പോൾ ഖാർഗെ എന്ന് പറയുന്നത് സോണിയാഗാന്ധിയുടെ ലോ കമാൻഡാണ് എന്നാണ് നമുക്കിന്ന് മനസ്സിലാക്കാൻ. നമ്മൾ സാധാരണഗതിയിൽ ഒരു പാർട്ടി ഉണ്ട്, ഇപ്പം BJP ആയാലും CPM ആയാലും മറ്റേത് പാർട്ടി എടുത്തു കഴിഞ്ഞാലും അവർക്കൊരു സംഘടനാ സംവിധാനം, എൻ്റെ തലപ്പത്ത് ഒരാളും ഉണ്ടാവും. ആ തലപ്പത്തുള്ള ആളാണല്ലോ ഇത്തരം കാര്യങ്ങൾ പാർട്ടിയെ തർക്കം വരുമ്പോൾ തീരുമാനിക്കുക. പക്ഷേ മല്ലികാർജുൻ ഖാർഗെ പറയുന്നത് അത് തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡ് എന്നാണ്. പിന്നെ എന്തിനാണ് AICC പ്രസിഡന്റ് എന്നുള്ള ചോദ്യമാണ് ഇവിടെ വരുന്നത്. മുമ്പ് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്നല്ലോ, ഭരിച്ചതല്ല സോണിയാഗാന്ധിയാണ്. ഏതാണ്ട് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ സംഭവിക്കുന്നത്, നമ്മുടെ ഖാർഗെയുടെ കാര്യത്തിൽ. സത്യം പറഞ്ഞാൽ കോൺഗ്രസ് എത്തിയിരിക്കുന്ന ഒരു ഗതികേടാണ് ഈ കർണാടക പ്രശ്നത്തിൽ കൂടി നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് യാതൊരു സംഘടനാ സംവിധാനവും ഇല്ലാത്ത, ആര് പറഞ്ഞാലും അനുസരിക്കാത്ത കുറേ ആളുകളുടെ ആൾക്കൂട്ടമായി ഈ പാർട്ടി അധപ്പതിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. ഇവിടെയാണ് പലതവണയും ശശി തരൂർ എന്ത് ചെയ്യുന്നത്, തൻ്റെ അനിഷ്ടം പ്രകടമാക്കുന്നത്. ഒരു കെട്ടുറപ്പുള്ള സംഘടനാ സംവിധാനത്തിലാണെങ്കിൽ സംഘടന പറയുന്നതനുസരിച്ച് പാർട്ടി പ്രവർത്തകർ എന്ത് ചെയ്യണം, പ്രവർത്തിക്കണം. ഇവിടെ അതല്ല സംഭവിക്കുന്നത്. കർണാടകയിൽ 2023 വിജയിച്ചു വന്ന സമയത്ത് ഉണ്ടാക്കിയ ഒരു ധാരണയാണ് 2.5 വർഷം വീതം എന്നുള്ളത്. രണ്ടുപേരും സമുന്നത നേതാക്കളാണ് കർണാടകയെ സംബന്ധിച്ച്, സിദ്ധരാമയ്യ DK ശിവകുമാറായി. അപ്പോൾ അന്ന് ഈ 2.5 വർഷത്തിൽ ആദ്യ വർഷം സിദ്ധരാമയ്യ ഭരിക്കട്ടെ എന്ന് പറയാനുള്ള കാരണം, അതിന് ശിവകുമാർ വഴങ്ങിയത്, ഇദ്ദേഹം പരിചയസമ്പന്നനാണ്, DK കാലത്തെ പരിചയസമ്പന്നനാണ്, മുമ്പ് മുഖ്യമന്ത്രിയായിരുന്ന ആളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആദ്യത്തെ 2.5 വർഷം ഈ ക്ഷേമപ്രവർത്തനങ്ങളൊക്കെ പ്രഖ്യാപിച്ച് അവരുടെ ഈ നമ്മുടെ ഈ പ്രകടനപത്രിക പറഞ്ഞ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കട്ടെ, 2.5 വർഷം കഴിഞ്ഞതിന് ശേഷം തൻ്റെ കൂടെ വരുമ്പോഴത്തേക്ക് ഇടപെടാം എന്നുള്ള അടിസ്ഥാനത്തിൽ അന്ന് ശിവകുമാർ വഴങ്ങിയത്. പക്ഷേ കഴിഞ്ഞ 2.5 വർഷം കൊണ്ട് സിദ്ധരാമയ്യ ചെയ്തെന്ന് പറഞ്ഞാൽ വലിയ രീതിയിൽ MLA-മാരെടുത്തും ഹൈക്കമാൻഡിൽ വലിയൊരു സ്വാധീനം അദ്ദേഹം ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ് വാസ്തവം. ഈ സമയമായപ്പോൾ 2.5 വർഷം ആയപ്പോഴോ ഇത് സിദ്ധരാമയ്യ മറന്നു. കാര്യം ഈ അധികാരം പങ്കുവയ്ക്കുന്നത് അദ്ദേഹം മറന്നുപോയി. പക്ഷേ കാത്തിരിക്കുന്ന ശിവകുമാർ മറക്കില്ലല്ലോ. അദ്ദേഹം ഓർമ്മിപ്പിച്ചു, മറ്റേ 2.5 വർഷം ആവുകയാണ്, അടുത്ത എൻ്റെ ടേണാണ്, മാറിത്തരണം എന്ന് പറഞ്ഞപ്പോൾ സിദ്ധരാമയ്യ നടക്കില്ല, ഞാൻ തന്നെ കണ്ടിന്യൂ ചെയ്യും, നമുക്കിനി പിന്നെ ആലോചിക്കാം, ഇനിയിപ്പോൾ മാറ്റമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിൽ തെറ്റിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വലിയ വിഷയങ്ങൾ കഴിഞ്ഞ 3-4 ദിവസമായിട്ട് രാജ്യത്തുണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഇതിൽ രണ്ടുപേരെയും ഡൽഹിക്ക് വിളിപ്പിക്കുകയും KC വേണുഗോപാലായിട്ട് ചർച്ച ചെയ്യുകയും രാഹുൽ ഗാന്ധിയായിട്ട് ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തു. ഇതിനിടയ്ക്ക് രാഹുൽ ഗാന്ധി DK ശിവകുമാർ ചില വാട്സാപ്പ് മെസ്സേജുകൾ അയച്ചു എന്ന് പറയുന്നത്, തൽക്കാലത്തേക്ക് നടന്നു, ഞാൻ കാര്യങ്ങൾ അറിയിക്കാം എന്ന് പറഞ്ഞിട്ട് വാട്സാപ്പ് മെസ്സേജ് അയച്ചായിട്ടൊക്കെ വിളി വരുന്നുണ്ട്. അപ്പോൾ ഈ ശിവകുമാർ എന്താ ചെയ്തത്, ഓക്കെ, ഒരു ഡിസിപ്ലിൻ്റെ പാർട്ടി പ്രവർത്തനം നിലയ്ക്ക് അദ്ദേഹം ക്ഷമിച്ചു. രണ്ടുപേരെയും വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, രണ്ടുപേരും കൂടി ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, ഒരുമിച്ചിരുന്ന് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇവർ തമ്മിൽ ഒരുമിച്ചിരുന്നാൽ ഈ പ്രശ്നം പരിഹരിക്കില്ലല്ലോ. അതുകൊണ്ടാണല്ലോ AICC പോകേണ്ടത്. ഇവർ ഒരുമിച്ചിരുന്ന് എനിക്ക് വേണ്ടി മാറി തരണമെന്ന് പറഞ്ഞപ്പോൾ സിദ്ധരാമയ്യ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ വീണ്ടും ഒരുമിച്ചിരിക്കുന്നതിൽ അർത്ഥമുണ്ടോ? ഇല്ല, അത് പരിഹാരം ഉണ്ടാകും, നിങ്ങളുടെ കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൂ എന്ന് പറഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഇഫക്റ്റിൻ്റെ ഒരു ചരിത്രം കൂടി നമുക്ക് പറയേണ്ടതുണ്ട്. മുമ്പ് കമൽനാഥും ജ്യോതിരാദിത്യ സിന്ധ്യയുമായിട്ട് മധ്യപ്രദേശിൽ പ്രശ്നമുണ്ടായി. കാരണം ഈ മൂപ്പളവ തർക്കം, അല്ലെങ്കിൽ എനിക്ക് വേണ്ട അംഗീകാരം കിട്ടുന്നില്ല എന്നൊരു തർക്കം വന്നുണ്ടായപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു, ഇതേമാതിരി ഈ തൻ്റെ കഴിവുകൾ അവിടെയും തെളിയിച്ചു.
പരിഹാരം ഉണ്ടാകാൻ കഴിഞ്ഞില്ല. രണ്ടുപേരും കൂടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു. അങ്ങനെ കമൽനാഥിൻ്റെ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ആ ബ്രേക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോൾ ജ്യോതിരാദിത്യ സിന്ധ്യ എവിടെ എത്തി? BJP-യിലെത്തി. കമൽനാഥ് എവിടെ? കമൽനാഥ് ഇപ്പോൾ BJP ഇല്ല, കോൺഗ്രസിലും ഇല്ലാതെ അലഞ്ഞിരിഞ്ഞിറക്കണം കമൽനാഥ്. ഇത് രാഹുലിൻ്റെ ഒരു ഇഫക്റ്റാണ് മുമ്പ് നടന്നത്. രണ്ടാമത് പഞ്ചാബിൽ പിന്നെ നമ്മുടെ അന്നത്തെ മുഖ്യമന്ത്രി അമരീന്ദർ സിംഗും സിദ്ധുമായിട്ട് പ്രശ്നമുണ്ടായി. അവിടെ ഈ മുപ്പളം തർക്കമായിരുന്ന വിഷയം. ആരെ നിയന്ത്രിക്കണം? അമരീന്ദർ സിംഗ് വളരെ സീനിയർ നേതാവാണ്. അത് പിന്നെ പറ്റില്ല എന്ന് സിദ്ധുവിൻ്റെ വാശി. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് വീണ്ടും രാഹുൽ ഗാന്ധി ഇടപെട്ടു ചർച്ചയ്ക്ക് പരിഹാരമായിട്ട്. പിന്നെ അമരീന്ദർ സിംഗ് പറഞ്ഞ് ഒരു ബ്രേക്ക്ഫാസ്റ്റിൽ നിങ്ങൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നു. അവിടെ നടന്നു ബ്രേക്ക്ഫാസ്റ്റ്. ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അമരീന്ദർ സിംഗ് ഇങ്ങോട്ട് പോയി, BJP-യുടെ ഭാഗത്തേക്ക് പോയി. സിദ്ധു സ്വന്തം നിലയ്ക്ക് പാർട്ടി വിട്ട് ആം ആദ്മി പാർട്ടിയിലേക്ക് പിന്നീട് പോയി. ഇതാണ് പഞ്ചാബിൽ സംഭവിച്ചത്. അതിനുശേഷം വേറൊരു സ്ഥലത്ത് ഇതേ വിഷയം നടന്നു. അവിടെ സച്ചിൻ പൈലറ്റും അശോക് ഗെഹ്ലോട്ടും ഉണ്ടായിരുന്നു. രണ്ടുപേരും തമ്മിൽ പിന്നെ തർക്കം വന്നപ്പോഴത്തേക്ക് വീണ്ടും രാഹുൽ ഗാന്ധി ഇടപെട്ടു. ബ്രേക്ക്ഫാസ്റ്റ് നടത്താൻ പറഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് പ്രശ്നം പരിഹരിക്കാൻ പറഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റ് രണ്ടുപേരും ഇരുന്നപ്പോഴത്തേക്ക് എന്താ സംഭവിച്ചത്? സച്ചിൻ പൈലറ്റ് പിന്നെ തീർച്ചയായും സൈലൻ്റ് ആയിട്ട് അദ്ദേഹം പാർട്ടിയുടെ പ്രവർത്തനം സജീവമായിട്ട് ഇടപെടാതെ അദ്ദേഹം ഒരു മൂലയ്ക്ക് ഒതുങ്ങിയിരിക്കുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ സച്ചിൻ പൈലറ്റ് വരേണ്ട സ്ഥലമാണ് BJP. അശോക് ഗെഹ്ലോട്ടിന് ഭരണവും പോയി. അശോക് ഗെഹ്ലോട്ട് ഇപ്പോൾ ആർക്കും വേണ്ടാത്തൊരു നേതാവായിട്ട് അതപ്പതിക്കുകയും ചെയ്തു. ഇതാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിൻ്റെ ഗതികേട് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ പ്രഭാത ഭക്ഷണത്തിലും എന്തെങ്കിലും സംഭവിക്കും ഉറപ്പാണല്ലോ. ഈ ചരിത്രങ്ങളെ പരിശോധിക്കുകയാണെങ്കിൽ രാഹുൽ ഇഫക്റ്റ് നടക്കാൻ പോകുന്നതെന്ന് പറയുന്നത് DK ശിവകുമാർ ഒന്നി BJP-യുടെ മുഖ്യമന്ത്രിയായിട്ട് വരും. ഇല്ല എങ്കിൽ സിദ്ധരാമയ്യ JDS ആയിട്ട് ചേർന്നിട്ട് അയാൾ മുഖ്യമന്ത്രിയായി തുടരും. ഈ രണ്ട് സാഹചര്യങ്ങളും കർണാടകയിലുള്ളത് വളരെ പിന്നെ സങ്കീർണമായ വിഷയമാണ്. 135 സീറ്റുകളാണ് കോൺഗ്രസിനുള്ളത്. എന്ന് വെച്ചാൽ നല്ല ഭൂരിപക്ഷമാണ് അവർക്കുള്ളത്. പക്ഷേ അത് നല്ലൊരു പങ്ക് ശിവകുമാറിന്റെ കൂടെ ഉണ്ടെന്നുള്ളത് ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. രണ്ടുപേരുടെ പക്ഷത്തുണ്ട്. കർണാടകയുടെ ഒരു രീതി നമ്മുടെ മറ്റ് സംസ്ഥാനം കാണുന്ന പോലെയല്ല. വ്യക്തിപ്രഭാവം കൊണ്ട് MLA-മാരെ പിടിക്കുന്നവരുടെ കാര്യം അവിടെ പണം കൊണ്ടുള്ള കളിയാണ്, കോടികൾ കൊണ്ടുള്ള കളിയാണ് കർണാടകയിൽ പറയുന്നത്. പ്രത്യേകിച്ച് ഈ മൈനുകളൊക്കെ ഉള്ളതുകൊണ്ട്, ഖനികളുള്ളതുകൊണ്ട് അവിടുന്ന് ഇവരെല്ലാം അതിസമ്പന്നരാണ്. ഈ സദ്യക്കാളർ എത്രയോ ഇരട്ടി സമ്പന്നനാണ് DK ശിവകുമാർ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പണം വലിയൊരു ഘടകമാണ്. ഈ പണം വെച്ചാണ് അവിടെ ഒരു പവർ എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നതും അത് ബാർഗെയിൻ ചെയ്യുന്നതും അതിൻ്റെ അടിസ്ഥാനത്തിലാണ്, പണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. സ്വാഭാവികമായിട്ടും DK ശിവകുമാറിനുള്ള പവറുണ്ട്. മാത്രമല്ല കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ സമുദായം ഒക്കലിംഗ സമുദായത്തിൽപ്പെട്ട ആളാണ് അദ്ദേഹത്തിൻ്റെ സമുദായ ആചാര്യനായിട്ടുള്ള സ്വാമിയെ കഴിഞ്ഞ ദിവസം അദ്ദേഹം പോയി കണ്ടിരുന്നു. ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുമ്പ് പോയി കണ്ട് സംസാരിച്ച സമയത്ത് അതിന് ശേഷം ഈ സ്വാമി ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയത്, അതായത് പിന്നെ DK ശിവകുമാർ ആണ് ഈ കർണാടക സർക്കാർ ഉണ്ടാക്കാനായിട്ട് അക്ഷീണം പ്രയത്നിച്ച ആൾ എന്ന് അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തുകയും ചെയ്തു. അപ്പോൾ ഒരു പാർട്ടി പ്രശ്നം ജാതിയിലേക്ക് നീങ്ങാൻ തുടങ്ങി. സിദ്ധരാമയ്യ പറഞ്ഞത് ഞാൻ പിന്നോക്ക ജാതിയുടെ പിന്നെ ആളാണ്, ഇദ്ദേഹം OBC ആണല്ലോ, ഞാൻ പിന്നോക്ക ജാതിയുടെ സംരക്ഷകനാണ് എന്നുള്ളതിൽ സിദ്ധരാമയ്യയും മറ്റത് ഒക്കലിംഗ സമാജത്തിലേക്ക് ഇദ്ദേഹം പോവുകയും ചെയ്തു. അപ്പോൾ പാർട്ടിക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിൽ ഒരു പാർട്ടി പ്രശ്നത്തെ ജാതി നേതാക്കളിലേക്ക് പോകുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. സ്വാഭാവികമായിട്ടും വരും ദിവസങ്ങളിൽ ഇപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഇഡലി വടയും കഴിച്ചിട്ട് എത്ര ദിവസത്തേക്കാണ് ഇവരുടെ മുന്നിൽ ഈ ധാരണ അറിയില്ല. സ്വാഭാവികമായിട്ടും കുറച്ച് ദിവസം DK അടങ്ങിയിരിക്കും. എന്നാൽ ഇന്നലെ സ്ഥിരീകരിക്കാത്തൊരു വാർത്ത എന്ന് പറയുന്നത് ഇവരുടെ ഈ ബ്രേക്ക്ഫാസ്റ്റിൽ കൂടി സിദ്ധരാമയ്യ ഒരു ഉറപ്പ് കൊടുത്തത്രേ 2028 തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ നിങ്ങളെ ഞാൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഞാൻ പ്രഖ്യാപിക്കാം എന്ന് സിദ്ധരാമയ്യ പറഞ്ഞതായിട്ടൊരു അഭ്യൂഹമുണ്ട്. ശരിയാണോ ഇല്ലെന്ന് അറിയില്ല. അല്ല, അപ്പോഴത്തെ ശിവകുമാറിന്റെ പ്രായവും ഉണതില്ലേ? തീർച്ചയായിട്ടും 2028 ജയിക്കുന്നല്ലോ ഉറപ്പുണ്ടോ? അപ്പൊ ഇതൊരു പറ്റിപ്പാണ്. ഇത് DKക്ക് നന്നായിട്ട് അറിയാം. ഇതിന് DK വേണമെങ്കിലേ DK ഇപ്പം ചില താൽക്കാലികമായി ഒന്ന് വഴങ്ങുകയാണ് ചെയ്തത്. ഈ പറഞ്ഞ ഈ കീഴടങ്ങൽ എന്ന് പറയുന്നത് അധിക ദിവസം നീണ്ടു നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വാഭാവികമായിട്ടും ഇത് വീണ്ടും വിഷയങ്ങളാവും. സിദ്ധരാമയ്യ മാറിക്കൊടുത്തില്ല എങ്കിൽ DK മറ്റു മാർഗങ്ങൾ നോക്കുന്ന തർക്കമുണ്ട്. ഈ വെറും 28 സീറ്റ് പിന്നെ 28 MLA-മാരുണ്ട് എങ്കിൽ DKക്ക് അവിടെ മുഖ്യമന്ത്രി. അതാണ് സാഹചര്യം. കാരണം BJP-യുടെയും JDS-ൻ്റെ MLA-മാരുണ്ട്. അതിൽ രണ്ടിൻ്റെ കുറവ് 28 MLA-മാരാണ്. 123 കേവല ഭൂരിപക്ഷം വേണ്ടത്. 28 അല്ല, ഒരു 40 MLA-മാരെ ഇദ്ദേഹം വിളിച്ചാൽ കിട്ടും. പിന്നെ പണം പറഞ്ഞാൽ അതിൽ കൂടുതൽ ആളുകളെ കിട്ടുകയും ചെയ്യും. കർണാടകയാണ് സ്ഥലം. അപ്പോൾ സ്വാഭാവികമായിട്ടും DK വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു പവർ ടസിലിന് കൃത്യമായി പരിഹാരം ഉണ്ടാകാൻ കഴിയും. അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് വരാനുള്ള സാധ്യതയും ഉണ്ട്. പക്ഷേ തൽക്കാലത്തേക്ക് ഇതൊരു വെടിനിർത്തലായിട്ട് കണ്ടാൽ മതി. കർണാടകത്തിലെ പ്രശ്നം ശമിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.